ഹലോ, ഇന്ന് നമ്മൾ ഫാക്ടർ തിയറത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടർ തിയറത്തെ പറ്റി പഠിക്കുന്നതിന് മുൻപ് എന്താണ് ഫാക്ടർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഫാക്ടർ മീൻസ് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാനൊരു നമ്പർ 36 കൊടുത്താൽ ഈ 36 എനിക്ക് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക എന്ന് നോക്കാം. നമുക്കറിയാം 6 × 6 ഉണ്ട്, അതുപോലെ തന്നെ 8 അല്ല 9 × 4 ഉണ്ട്. അപ്പം നമ്മുടെ ഈ 36ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 6, 9 and 4. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 1 × 36 നമുക്ക് എന്ത് തരും? 36 തന്നെ തരും അല്ലേ. സോ ഇതിൻ്റെ അകത്ത് ഫാക്ടേഴ്സിൽ നമ്മൾ എന്ത് കൂടി ഇൻക്ലൂഡ് ചെയ്യാം? നമ്മുടെ 1,36 കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ അടുത്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പഠിക്കുക ഫാക്ടർ ആണോ, ഈസ് ഇറ്റ് എ ഫാക്ടർ ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.4 ആണ് കേട്ടോ. 2.4 ആണ് നമ്മുടെ ഫാക്ടറൈസേഷൻ തിയറംസ്, അതുപോലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് എക്സസൈസ് 2.4 ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫാക്ടർ തിയറത്തെ പറ്റി അല്ലെങ്കിൽ ഫാക്ടറൈസേഷനെ പറ്റി മനസ്സിലാക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. x³ + x² + x + 1 എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ പോളിനോമിയൽ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഡിറ്റർമൈൻ if x + 1 is a factor. അതായത് നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? x + 1 എന്ന് പറയുന്ന പോളിനോമിയൽ x³ + x + 1ൻ്റെ ഫാക്ടർ ആണോ എന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ റിമൈൻഡർ തിയറത്തിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? റിമൈൻഡർ കിട്ടുന്നതായിട്ട് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇവിടെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്താൽ മതി? ഇവിടുത്തെ റിമൈൻഡർ r(x) = 0 അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലെ 36നെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 6 × 6 36. എന്താ റിമൈൻഡർ കിട്ടുക? 0. അതായത് 6 ഈ 6ഉം 36ൻ്റെ ഫാക്ടർ ആയതിൻ്റെ പേരിലാണ് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നത്? 0 ആണെന്ന് കിട്ടുന്നത്. അപ്പോൾ ഫാക്ടർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് നമ്മുടെ g(x) ആയിട്ട് നമ്മൾ എടുക്കാം. g(x) = x + 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിന് വാല്യൂ ഫസ്റ്റ് കൊടുക്കുകയാണ്. സോ x = എന്താവും? -1 ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പോളിനോമിയലിലേക്ക്, അതായത് p(-1) ചെക്ക് ചെയ്യും. p(-1) എന്താണ്? -1³ + -1² + -1 + 1. അപ്പോൾ -1³ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 തന്നെയാണ്. -1² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. പിന്നെ ഇത് -1, ഇത് +1. -1 + 1 0, -1 + 1 0. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0 എന്ന ആൻസർ കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലായിട്ട് എന്ത് ചെയ്യാം? യെസ്, x + 1 is a factor of x³ + x² + x + 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. റിമൈൻഡർ കിട്ടുന്നത് 0 ആണെങ്കിൽ, നമ്മുടെ p(x)ന് വാല്യൂ ഇട്ട് കൊടുക്കുന്ന p(ആ നമ്പർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തന്നെ 4th സബ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 4th സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, x³ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 + √2x + √2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ. നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ g(x) എന്ത് തന്നെയാണ്? x - 1 ആണ്, x + 1 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആണ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് -1 കണ്ടുപിടിക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? -1 ദ ഹോൾ ക്യൂബ് മൈനസ് -1 സ്ക്വയർ, ഈ മൈനസുകളൊന്നും മിസ്സാവരുത്. ഓക്കെ, -2 പ്ലസ് √2 ഇൻറ്റു -1 പ്ലസ് √2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ -1 ക്യൂബ് എന്താ? -1 മൈനസ് -1 സ്ക്വയർ എന്ന് പറയുന്നത് +1 ആണ്. സോ 1, പിന്നെ മൈനസ് ഞാൻ ഈ മൈനസും ഈ -1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് ആവും അല്ലേ? മൈനസും മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 2 പ്ലസ് √2 പ്ലസ് √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ്. പ്ലസ് 2 പ്ലസ് √2 പ്ലസ് √2. ഓക്കെ, സോ -2 പ്ലസ് 2 എന്തായി? 0 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് √2 എന്താണ്? 2 റൂട്ടുകളല്ലേ, അപ്പോൾ 2 √2. സോ നമ്മുടെ ആൻസർ എന്താ? 2 √2 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. വാട്ട് ഡസ് ദാറ്റ് മീൻ? അത് നമുക്ക് പറഞ്ഞു തരുന്നത് നോ, x plus 1 is not a factor of the following polynomial p of x. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഫാക്ടർ നോക്കാനായിട്ട് എന്ത് മാത്രം ചെയ്താൽ മതി? നമുക്ക് പി ഓഫ് ആ നമ്പറിൽ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് എ ഫാക്ടർ, കിട്ടുന്നില്ലെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട് എ ഫാക്ടർ എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാക്ടർ ആണോ അല്ലയോ എന്ന് നോക്കാനാണ് പഠിച്ചത് അല്ലേ? ഇതിൽ എക്സസൈസ് 2.4 ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ഫാക്ടർ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. ഫാക്ടറൈസേഷൻ. സോ നമുക്ക് നേരത്തെ നമ്മൾ റിമൈൻഡർ തിയറം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനും നമുക്ക് 2 മെത്തേഡ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. നമുക്കപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ത് ചെയ്യാണ്? നമ്മൾ മിഡിൽ ടേമിനെ 2 നമ്പേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടർ തിയറം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സോ നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് പഠിക്കാം? നമ്മുടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമുക്ക് പഠിക്കാം. സോ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫാക്ടറൈസ് 12x സ്ക്വയർ മൈനസ് 7x പ്ലസ് 1 ആണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ടേം എന്താണെന്ന് നോക്കാം. സോ ഇതാണ് കേട്ടോ നമ്മുടെ മിഡിൽ ടേം. ആ മിഡിൽ ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് P എന്ന് പറയുന്ന ഒരു വാല്യൂവും Q എന്ന് പറയുന്ന ഒരു വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കണം. ഈ Pയും Qയും വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജനറൽ പോളിനോമിയൽ ഇക്വേഷൻ എങ്ങനെയാണ്? ax² പ്ലസ് bx പ്ലസ് c ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ P പ്ലസ് Q ആയിരിക്കും നമ്മുടെ ഈ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് എന്ത്? നമ്മുടെ B എന്ന് പറയുന്നത്. ആൻഡ് P ഇൻറ്റു Q എന്ന് പറയുന്നത് നമ്മുടെ A ഇൻറ്റു C ആയിരിക്കും. A ഇൻറ്റു C. ഇത് മറന്നു പോകരുത്. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. P പ്ലസ് Q എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ്. അപ്പോൾ അതെന്താ? മിഡിൽ ടേം ആയിരിക്കും. AC എന്ന് പറയുന്നത് എന്തായിരിക്കും? P ഇൻറ്റു Q ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് P പ്ലസ് Q ഇവിടെ എത്രയാണ്? ഈ ക്വസ്റ്റ്യനിൽ P പ്ലസ് Q എന്ന് പറയുന്നത് -7 ആണ്. +7 അല്ല, -7 ആണ്. അതുപോലെ PQ എന്ന് പറയുന്നത് എന്താണ്? 12 ഇൻറ്റു 1 ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാല്യൂ PQ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 അല്ലേ? 12ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും. 12 കിട്ടാനായിട്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളത്? പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് പ്ലസ് ഓർ മൈനസ് 12. ഇതൊരു ഫാക്ടറാണ് അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഓർ മൈനസ് 3 ഉണ്ടാവും ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 4. അതും എന്താണ്? ഒരു ഫാക്ടറാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ? പ്ലസ് ഓർ മൈനസ് 2 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 6. ഇതൊക്കെയാണ് നമ്മുടെ 12ൻ്റെ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഏത് 2 നമ്പേഴ്സ്
പ്ലസ് ചെയ്താലാണ് നമ്മുടെ ഈ മിഡിൽ ടേം കിട്ടുന്നതെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാം. ഇതിൽ നമുക്ക് നോക്കാം 1 × 12 എന്ന് പറയുന്നത് എന്താണ് 12 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത് P+Q ആണ് അല്ലേ. അപ്പോൾ 12 + 1 നോക്കുമ്പോൾ എന്താ നമുക്ക് 13 കിട്ടി. അതുപോലെ തന്നെ എന്താ 1 - 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക -11. സോ ഈ ഒരു ഓപ്ഷൻ എന്താണ് പോസിബിൾ അല്ല. സോ നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവാണ്. 3 + 4 എന്ന് പറയുന്നത് എന്താണ് 7 ആണ്. നമുക്ക് ഓൾറെഡി ഇവിടെ 7 കിട്ടി. 3 - 4ലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 7 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് -7 കിട്ടിയിരിക്കുന്നത് അല്ലേ. -7 കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മൈനസ് വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഹയസ്റ്റ് നമ്പറിനെ നെഗറ്റീവ് ആക്കണം. ഓക്കെ, അപ്പോൾ -4. പക്ഷേ ഇത് നോക്കുമ്പോൾ 3 + -4 എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ആൻസറിൽ മൈനസ് വേണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെയും കൂടി ഒരു മൈനസ് എടുക്കാം. അപ്പോൾ നോക്കിക്കേ -3 + -4 എന്തായിരിക്കും? -7. അതുപോലെ -3 × -4 എന്താണ്? +12. സോ നമ്മുടെ എല്ലാ ക്രൈറ്റീരിയൻസും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ PQ നമ്മൾ എന്താക്കി എടുക്കും? നമ്മുടെ P എന്ന് പറയുന്നത് -3 ആൻഡ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? -4 ആയിട്ടും നമുക്ക് കിട്ടി. ഇനി ഞാനൊന്നുകൂടി ആ പോളിനോമിയൽ ഇവിടെ എഴുതാണ്. 12x² - 7x + 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് Pയും Qയും കിട്ടി. അപ്പോൾ നമ്മുടെ ഈ -7 പകരമാണ് നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്? P+Q എന്ന് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12x² - 3x. ഓക്കെ, പിന്നെന്താ -4x + 1. അപ്പോൾ ഈ Pയും Qയും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും x കൊടുക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെയും ഇതിനെ ഒരു ഗ്രൂപ്പാക്കാം, ഇതിനൊരു ഗ്രൂപ്പാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്താ എടുക്കാൻ പറ്റുക? ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 3 എടുക്കാം. 12ൽ നിന്ന് 3 പോരും. ഈ -3x നിന്ന് എന്ത് ചെയ്യും? 3 പോരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ 3x രണ്ടുപേരിലും ഓരോ x കോമൺ ഉണ്ട്. അപ്പോൾ ആ എക്സും കോമൺ എടുത്തു. ബാക്കി എന്താ ഉള്ളത്? 12 × എത്രയാണ് 3 × എത്രയാണ് 12 കിട്ടുക? 4x മൈനസ് അവിടെ തന്നെയുണ്ട്. -3 ഇവിടെ കിട്ടണമെങ്കിൽ 1. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും പുറത്തെടുക്കാനില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ -4x അല്ലേ, അപ്പോൾ ഈ മൈനസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭംഗിയല്ല -4x + 1 എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ മൈനസിനെ തന്നെ വെളിയിലേക്ക് എടുക്കും. അപ്പോൾ -1നെ നമ്മൾ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ -4x നിന്ന് 1 മൈനസ് പോയി കഴിഞ്ഞാൽ എന്താവും? 4x ആയി. ഓക്കെ, അതുപോലെ +ന്ന് ഒരു മൈനസ് പോയാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? മൈനസ്. കാരണം നമുക്കറിയാം -× എന്താ? പ്ലസ് ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു +ന്ന് ഒരു മൈനസ് വെളിയിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ മൈനസ് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആവണമെങ്കിൽ ഉള്ളിൽ എന്ത് വേണം? ഒരു മൈനസ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് സൈഡിലെയും ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആക്കാനാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രണ്ടിടത്തും സെയിം ആയി. ഇനി നമ്മൾ ഈ കോമൺ ആയിട്ട് വെളിയിലെടുത്ത ഈ രണ്ട് പേരില്ലേ, അവരൊട്ടിയേക്കും. അപ്പോൾ 3x - 1 കിട്ടി. അതുപോലെ തന്നെ പുറത്തുള്ള ഉള്ളിലിട്ട രണ്ടുപേരെയും കോമൺ ആക്കി 4x - 1. സോ ഇതാണ് നമ്മുടെ ഈ ഒരു 12x² - 7x + 1ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3x - 1 ആൻഡ് 4x - 1. സോ factors are 3x - 1 and 4x - 1 എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഫൈനലൈസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഫാക്ടർ തിയറത്തെ പറ്റി പറയുന്നതായിരിക്കും. താങ്ക് യു.